ഇന്ത്യയുടെ അടുത്ത പരമ്പരയ്ക്ക് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ആഴ്ചയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിന് തുടക്കമാവുന്നത്. 5 ടെസ്റ്റാണ് ഇന്ത്യ ഓസീസുമായിട്ട് കളിക്കുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റിൽ പ്രസിദ്ധമാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിനെ പണികിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലിനെ പരിക്കേറ്റിരിക്കുകയാണ്. ഗില്ല് ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് റൂൾ ഔട്ടായിരിക്കുകയാണ്. ഇപ്പോഴിതാ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സീരീസാണ്. ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് നേടണം. അതിനുവേണ്ടി ഇന്ത്യ ഏറ്റവും മികച്ച താരങ്ങളെയാണ് ഓസ്ട്രേലിയൻ ടെസ്റ്റിന് വേണ്ടി അയക്കുന്നത്. ഇപ്പോഴിതാ ശുഭ്മാൻ ഗില്ലിന് കൈവിരലിനെ പരിക്കേറ്റിരിക്കുകയാണ്. ജയ്സ്വാളും ഗില്ലുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനാണ് പദ്ധതി ഉണ്ടായിരുന്നത്. ഗില്ലിനെ പരിക്കേറ്റത് കൊണ്ട് ഇന്ത്യൻ ടീമിന് പുതിയൊരു ഓപ്പണറെ ആവശ്യമാണ്. രാഹുലിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് രാഹുലും കളിക്കില്ല. രോഹിത് ആദ്യ ടെസ്റ്റിൽ കളിക്കില്ല. രോഹിത് ശർമ്മയ്ക്ക് ആൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് രോഹിത് ശർമ്മ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ജയ്സ്വാളിനൊപ്പം ആരും ഓപ്പൺ ചെയ്യുമെന്ന ഡൗട്ടിലാണ് ഇന്ത്യൻ ടീം. അതുകൊണ്ട് സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജു ടെസ്റ്റിലായിരിക്കും വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്നത്. സഞ്ജുവും ജയ്സ്വാളുമായിരിക്കും ഓസ്ട്രേലിയൻ ടെസ്റ്റിൽ കളിക്കാൻ പോകുന്നത്. സഞ്ജുവിന് അങ്ങനെ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ്. കളിയുടെ അവസാന നിമിഷം ഗില്ല് പുറത്താകുമെന്ന് ആരും കരുതിയില്ല. സഞ്ജുവിൻ്റെ നല്ല സമയമാണ് തെളിഞ്ഞിരിക്കുന്നത്. രാഹുലും ഗില്ലും പുറത്തായിരിക്കും. അതുകൊണ്ട് ദേവദത്ത് പടിക്കൽ, സഞ്ജു ഇവരെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് ടെസ്റ്റിലും ഓപ്പണിംഗ് സ്ഥാനം കിട്ടിയാൽ സഞ്ജു തകർത്ത് വാരുമെന്നത് ഉറപ്പാണ്. ടെസ്റ്റിൽ സഞ്ജു ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ മണ്ണിൽ സഞ്ജുവിൻ്റെ അടുത്ത ചരിത്രം തിരുത്തി കുറിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.